ഹായ് ഹലോ ഹൗ ആർ യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി കുക്കീസിൻ്റെ റെസിപ്പിയാണ്. ഞാൻ വീഡിയോ ഇട്ട് തന്നെ ഒരു മാസം ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ടീ ടൈം സ്നാക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പി. 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ബട്ടർ, സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. 90 ഗ്രാം ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്ത് സ്മൂത്തായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാണ്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് ഷുഗർ പൗഡർ ചേർക്കാം. ഒരു 1/3 കപ്പ് ഷുഗർ പൗഡർ വേണ്ടി വരും. അത് നന്നായി മിക്സ് ചെയ്യാം. മധുരം ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരു മീഡിയം ആണ് ഷുഗർ ഞാൻ ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു എഗ്ഗ് എടുക്കാം. അതിൻ്റെ എഗ്ഗ് യോക്ക് ഇതിൽ, എഗ്ഗ് വൈറ്റ് വേണ്ട, എഗ്ഗ് യോക്ക് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. നന്നായി ബീറ്റ് ചെയ്ത് അത് ക്രീമി ആയിട്ട്, ബാറ്റർ നല്ല ക്രീമി ആവണം. നന്നായി മിക്സ് ചെയ്യണം. അതൊന്ന് മിക്സ് ചെയ്ത് സ്മൂത്താക്കണം. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മൈദ ആഡ് ചെയ്യാം. 1 കപ്പ് മൈദയാണ്. അത് സീവ് ചെയ്തെടുക്കാം. സോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിനൊപ്പം ഞാൻ മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. മിൽക്ക് പൗഡർ ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു ഡോ ആണ് കിട്ടുക. അതൊന്ന് കുഴച്ച് നല്ല ഒരു ബോളാക്കി ഉണ്ടോ അതുപോലെ ആക്കി നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ലൈൻ പേപ്പർ കട്ട് ചെയ്ത് ബേക്കിംഗ് ട്രേ ലൈൻ ചെയ്യാം. ദെൻ ഓരോ ഉരുളകളായിട്ട് ട്രേയിലേക്ക് വെക്കാം. ഷേപ്പ് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു ഓയിൽ പുരട്ടിയ ഒരു ചെറിയൊരു പോട്ട് അല്ലെങ്കിൽ ചെറിയൊരെങ്കിലും ഡിഷ് നമ്മൾ മൂടിയായാലും മതി. ഇത് അത് പ്രസ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് പ്രസ് ചെയ്താലും മതി. ഏത് ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ്, നട്ട്സ് എല്ലാം വേണമെങ്കിൽ ചേർക്കാം. ടോപ്പിൽ ഞാൻ ചോക്ലേറ്റ് ചിപ്സും കാഷ്യൂസും ആഡ് ചെയ്ത് ടോപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതുപോലെ കട്ടർ കൊണ്ട് അത് കട്ട് ചെയ്ത് ഏത് ഷേപ്പിൽ ഒരു ഫ്ലവറിൻ്റെ ഒരു കട്ടർ യൂസ് ചെയ്ത് നമുക്കതൊന്ന് ഭംഗിയാക്കാം. ഇങ്ങനെ ആയാലും ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് വെക്കാം. ഫ്ലവറിൻ്റെ
ഒരു കട്ടർ ഉണ്ടായിരുന്നു, ഫോണ്ടൻ കട്ടർ. അത് ഞാൻ നേരെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുക്കാം. ഏത് ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇഷ്ടത്തിന് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് കുക്കീസ് നല്ല ഭംഗിയാക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് പരത്തി കട്ട് ചെയ്ത് വേവിക്കാൻ വെക്കാം. നല്ല ടേസ്റ്റുള്ള കുക്കീസാണ്. അതായത് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. സിമ്പിളായി ചെയ്യാൻ പറ്റിയതാണ്. സിമ്പിളായിട്ട് നമുക്ക് മൈദ, ബട്ടർ, ഷുഗർ പൗഡർ വെച്ച് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ്. എഗ്ഗ് ഒക്കെ ഇല്ലെങ്കിലും നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാം. നല്ലൊരു എന്താ പറയുക, ടീ ടൈം സ്നാക്കായിട്ട് നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.